സ്നേഹിതരെ, ഇല്ലിസിറ്റ് സീറോ മലബാർ സഭയിൽ കഴിഞ്ഞ 2-3 വർഷങ്ങളായി മുഴങ്ങിക്കേൾക്കുന്ന ഒന്നാണ്. സാധാരണയായി നമുക്ക് പരിചയമുള്ളവ ഇല്ലിസിറ്റ് ലിക്വർ എന്നാൽ വ്യാജവാറ്റ് ചാരായം, ഇല്ലിസിറ്റ് റിലേഷൻസ് എന്ന് വെച്ചാൽ വ്യഭിചാരം, ഇല്ലിസിറ്റ് ബിസിനസ് എന്നാൽ നിയമവിരുദ്ധ തൊഴിൽ അല്ലെങ്കിൽ അധോലോക ബിസിനസ്. എന്നാൽ സീറോ മലബാർ പോലുള്ള അപ്പസ്തോലിക് സഭയുടെ മുഖ്യ കൂദാശയായ കുർബാന തന്നെ ഇല്ലിസിറ്റായാലോ? അത് വെറുതെ ആകുകയല്ല. സീറോ മലബാർ സഭയിലെ മെത്രാന്മാരെല്ലാം ഒന്നിച്ചിരുന്ന് അനേകം സിനഡുകൾ കൂടി സഭയിൽ അനുസരണവും ഐക്യവും ഉണ്ടാക്കുവാൻ വേണ്ടി ആലോചിച്ചെടുത്ത ഒരു ഗംഭീര തീരുമാനമാണത്, ഇല്ലിസിറ്റ് കുർബാന. എന്താണതിന് കാരണം? സഭയിൽ ആരാധന ഐക്യം ഉണ്ടാക്കുവാൻ ആഗോള കത്തോലിക്ക സഭയിലെ 98% വരുന്ന ലത്തീൻ സഭ കഴിഞ്ഞാൽ ബാക്കി വരുന്ന 2% പൗരസ്ത്യ സഭകളായ 23 എണ്ണത്തിൽ പെടുന്ന രണ്ടാമത് വലിയ സഭയാണ് സീറോ മലബാർ സഭ. അങ്ങനെയൊരു സഭയിൽ അൾത്താരാഭിമുഖ കുർബാനയും ജനാഭിമുഖ കുർബാനയും എന്നിങ്ങനെ 2 തരം കുർബാനകളാണ് നിലവിലുണ്ടായിരുന്നത്. ബൈബിളിലെ പഴയ നിയമത്തിൻ്റെ ബലിയുടെ ചുവട് പിടിച്ച് പുരോഹിതൻ വിശ്വാസികൾക്ക് പുറംതിരിഞ്ഞു നിന്ന് അവരെ വെറും കാഴ്ചക്കാരാക്കുന്ന അൾത്താരാഭിമുഖ കുർബാനയും യേശുക്രിസ്തു തൻ്റെ അത്താഴവേളയിൽ ഇതെൻ്റെ ശരീരവും രക്തവുമാണെന്ന് അരുളി ചെയ്ത് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് ഇത് തൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിനെന്ന് ഭരമേൽപ്പിച്ച ജനാഭിമുഖ കുർബാനയും 1965 2ാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം 98% വരുന്ന ലത്തീൻ സഭയും മറ്റനേകം പൗരസ്ത്യ സഭകളും സീറോ മലബാറിലെ എറണാകുളം അങ്കമാലി പോലെ മറ്റു പല രൂപതകളും ജനാഭിമുഖ കുർബാനയാണ് തെരഞ്ഞെടുത്ത് നടപ്പാക്കി വന്നിരുന്നത്. എന്നാൽ പാരമ്പര്യം എന്ന കുതർക്കം പറഞ്ഞ് സീറോ മലബാറിലെ തെക്കൻ രൂപതകൾ അൾത്താരാഭിമുഖവും എറണാകുളം പോലുള്ള മറ്റു രൂപതകൾ ജനാഭിമുഖവും തുടർന്നു വന്നു. അപ്പോഴാണ് ഒരു സഭ ഒരു വിശ്വാസം ഒരു കുർബാന എന്ന മുദ്രാവാക്യം ഉയർത്തി 2 തരം കുർബാനയെയും കൂടി പകുതി തുന്നിച്ചേർത്ത് 50-50 കുർബാനയ്ക്ക് രൂപം കൊടുത്തത്. മോരും മുതിരയും പോലെ. ഒന്നോർക്കുക, ഐക്യുമെനിക്കൽ പ്രസ്ഥാനം എന്ന പേരിൽ കേരളത്തിലെ വിവിധ പൗരസ്ത്യ സഭകൾ ഒന്നായിത്തീരുന്നതിന് മെത്രാന്മാരുടെ തലക്കനം ഇനിയും അനുവദിക്കുന്നില്ല. അപ്പോൾ എന്താണ് 2023 ജനാഭിമുഖ കുർബാന ഇല്ലിസിറ്റായി പ്രഖ്യാപിച്ച് 50-50 അടിച്ചേൽപ്പിച്ചത് ഐക്യരൂപം ഉണ്ടാക്കുവാൻ കാരണം? അത് പറയുന്നതിന് മുമ്പ് ഇല്ലിസിറ്റായി പ്രഖ്യാപിച്ച ജനാഭിമുഖ കുർബാനയുടെ 50% ചേർത്ത് 50-50 ഐക്യകുർബാന സൃഷ്ടിക്കുമ്പോൾ അതും ഇല്ലിസിറ്റായി മാറുകയില്ലേ? ഉത്തരം കിട്ടാത്ത ചോദ്യമാണ്. ഫലത്തിൽ സീറോ മലബാർ സഭയിൽ ഇന്ന് ഇല്ലിസിറ്റ് മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? കാരണം സീറോ മലബാർ എന്ന ആഗോള സഭയിൽ അജപാലകരായ സകല മെത്രാന്മാരും ഇല്ലിസിറ്റ് സഭാ സിഇഒമാരായിരിക്കുന്നു. അവർക്ക് വിശ്വാസ സമൂഹത്തെ ആത്മീയ ഔന്നത്യത്തിലേക്ക് നയിക്കുക എന്നതിനപ്പുറം സഭയുടെ മുതലാളിമാരായി മാറിയിരിക്കുന്നു. പണ്ട് സഭയുടെ ദീപിക എന്ന ദിനപത്രം മാത്യു അറക്കൻ മെത്രാൻ ഫാരീസ് അബൂബക്കർ എന്ന ദുരൂഹ കഥാപാത്രത്തിന് വിറ്റതു മുതൽ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ എറണാകുളത്തെ കണ്ണായ സ്ഥലങ്ങൾ ഹവാല ബിസിനസ്സുകാർക്ക് കർദിനാൾ ആലഞ്ചേരി വിറ്റതുവരെ നടമാടി വന്നിരുന്ന അന്യായ ഇടപാടുകൾ ചോദ്യം ചെയ്യപ്പെട്ടു. എറണാകുളം അങ്കമാലി അതിരൂപതാക്കാർ സഭാതലവൻ കർദിനാളിനെതിരെ കേസിന് പോയി. 1ാം തരം ക്രിമിനൽ കേസ്. ഈ ക്രിമിനൽ കച്ചവടവും കേസും പൊതുജനങ്ങളിൽ നിന്നും മറയ്ക്കുവാനും വിശ്വാസികളെ തമ്മിൽ തല്ലിക്കുവാനും എറണാകുളം അങ്കമാലിയിലെ വിശുദ്ധ ജനാഭിമുഖ കുർബാനയെ ഇല്ലിസിറ്റ് അല്ലെങ്കിൽ മ്ലേച്ഛം എന്ന് പ്രഖ്യാപിച്ചു. ആയതിലെ 50% കൂട്ടിച്ചേർത്താൽ 50-50 സിനഡ് കുർബാന ഇല്ലിസിറ്റ് അല്ലാതാകുമോ? അല്ലെങ്കിൽ 50% ഇല്ലിസിറ്റ് ആകാമെന്നാണ്? മെത്രാൻ സിനഡിൻ്റെ ഐക്യ കുർബാന എന്ന 50-50 ഇല്ലിസിറ്റ് കുർബാന കൊണ്ട് എന്ത് നേടി? കളവും വ്യഭിചാരവും നടത്തിയതിന് മാർപ്പാപ്പ പുറത്താക്കിയ കർദിനാൾ ആലഞ്ചേരിയും ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെയും പോലുള്ളവരെ പിന്താങ്ങുന്ന സഭാ അവിഹിതം ജീവിതമാർഗമാക്കിയ മെത്രാൻ സ്നേഹികളായ കാട്ടാള വിശ്വാസികളും സീറോ മലബാറിൻ്റെ നഷ്ടപ്പെട്ടുപോയ ക്രിസ്തീയത തിരിച്ചുപിടിക്കുവാൻ നിരന്തര പോരാട്ടം നടത്തുന്ന എറണാകുളത്തെ വൈദികരും അൽമായരും തമ്മിലുള്ള ഒരു പോരാട്ടമായി മാറി അത്. 1000-ലേറെ ദിവസങ്ങളായി അടഞ്ഞുകിടക്കുന്ന എറണാകുളം ബസിലിക്കയെ നോക്കി വിജയാരവം മുഴക്കുകയാണ് മെത്രാൻ സിനഡ് സ്നേഹികൾ.
ഇത്തരം അതിക്രമങ്ങൾ നടത്തിയിട്ടും കർദിനാളിൻ്റെ ക്രിമിനൽ കേസുകൾ ഇല്ലാതായോ? ജോഷി വർഗീസ് വേഴ്സസ് കർദിനാൾ ജോർജ് ആലഞ്ചേരി എന്ന കേസിൽ ഇക്കഴിഞ്ഞ 20-ാം തീയതിയും കാക്കനാട് ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ വിചാരണ നടന്നു. കർദിനാൾ ആലഞ്ചേരി, പ്രൊക്കുറേറ്റർ ഫാദർ ജോഷി പുതുവ, ബ്രോക്കർ സാജു വർഗീസ് എന്നിവർ 1, 2, 3 പ്രതികളായിട്ടുള്ള കേസ് 29/10/2016 കർദിനാൾ ഒപ്പിട്ട് 31/10/2016 പ്രൊക്യുറേറ്റർ ജോഷി പവർ ഓഫ് അറ്റോർണി പ്രകാരം ഫാദർ ജോഷി പുതുവ കാക്കനാട് രജിസ്റ്റർ ഓഫീസിൽ 3373/16 നമ്പറായി ബ്രോക്കർ സാജു വർഗീസിന് 3,99,70,000 രൂപയ്ക്ക് കാക്കനാട് ഭാരതമാതാ കോളേജിന് എതിർവശത്തുള്ള 69 സെൻറ്റ് ഭൂമി വിറ്റു. പക്ഷേ അതിരൂപതയിൽ പണം വന്നില്ല എന്നതാണ് കേസ്. സാജു വർഗീസിന് വെറുതെ കിട്ടിയ 69 സെൻറ്റ് ഭൂമി 10 മാസങ്ങൾക്കുള്ളിൽ 3/8/2017 അദ്ദേഹം അജാസ്, നിയാസ്, ഷിയാസ് എന്നിവർക്ക് അനേക കോടി ലാഭത്തിന് മറിച്ചു വിൽക്കുന്നു. കർദിനാളിനെതിരെയുള്ള 7 കേസുകളിൽ ഒന്നിൻ്റെ കഥയാണിത്. ഭൂമി വിറ്റ പണം കിട്ടിയില്ല എന്ന് മാത്രമല്ല, ഒരു ചാരിറ്റബിൾ ട്രസ്റ്റായ എറണാകുളം അങ്കമാലി അതിരൂപത കർദിനാളിൻ്റെ നേതൃത്വത്തിൽ ഭൂമി കച്ചവടം ചെയ്ത് ലാഭമുണ്ടാക്കിയതിനാൽ അതിൻ്റെ ചാരിറ്റി രജിസ്ട്രേഷനും ആനുകൂല്യങ്ങളും നഷ്ടപ്പെടുകയും ചെയ്തു. ഇല്ലിസിറ്റ് കച്ചവട പാരമ്പര്യമുള്ള കർദിനാളും സിനഡും ക്രിസ്തു സ്ഥാപിച്ച കുർബാനയെ ഇല്ലിസിറ്റായി പ്രഖ്യാപിച്ചതിൽ അത്ഭുതപ്പെടാനുണ്ട്. സഭയൊക്കെ സ്തംഭിച്ചു നിൽക്കെ ജോഷി വർഗീസ് കേസിന് പോയി. അന്തരിച്ച ഹൈക്കോടതി സീനിയർ അഡ്വക്കേറ്റ് പി രാജേന്ദ്രൻ സാറും അഡ്വക്കേറ്റ് ജിമ്മി പി ആൻ്റണിയും വീറോടെ വാദിച്ച് അവസാനം കാക്കനാട് കോടതിയിൽ കേസ് ഫയലിൽ സ്വീകരിച്ചു 2018. അന്നു മുതൽ അത് റദ്ദാക്കുവാനായി കർദിനാളും സംഘവും വിവിധ കോടതികളിൽ സുപ്രീം കോടതി വരെ അപ്പീൽ പോയി. എന്നാൽ 15/3/2023 സുപ്രീം കോടതി കർദിനാളിൻ്റെ അപ്പീൽ തള്ളിയതിനെ തുടർന്ന് കർദിനാളും കൂട്ടുപ്രതികളും കാക്കനാട് കോടതിയിൽ നിന്നും ജാമ്യമെടുത്താണിപ്പോൾ നാട്ടിൽ നടന്നു വരുന്നത്. ഇക്കഴിഞ്ഞ 20/9/2025, അതായത് ഈ മാസം 20-ാം തീയതിയിലും ഈ കേസ് വിചാരണയ്ക്ക് വന്നു കാക്കനാട് കോടതിയിൽ. അന്നേ ദിവസം എറണാകുളം അതിരൂപതയുടെ അക്കൗണ്ടുള്ള ബാങ്ക് മാനേജർ 65B സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു. എന്താണെന്നോ, 26/10/2016 31/10/2016 നേരത്തെ പറഞ്ഞ 33/71/2016 ആധാരം നടന്നപ്പോൾ ആ തീയതികളിൽ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അക്കൗണ്ടിൽ RTGS ആയി പണം വന്നിട്ടില്ല എന്ന സ്റ്റേറ്റ്മെൻറ്റ് ബാങ്ക് മാനേജർ നൽകുകയുണ്ടായി. അതോടൊപ്പം കാക്കനാട് ഇന്നത്തെ രജിസ്ട്രാർ 30/10/2016 ആധാരത്തിൻ്റെ രജിസ്റ്റർ കോടതിയിൽ കൊണ്ടുവന്ന് ഫാദർ ജോഷി പുതുവയുടെ ഒപ്പ് സാക്ഷ്യപ്പെടുത്തി. മുമ്പേ തന്നെ പഴയ രജിസ്ട്രാർ 31/10/2016 ആധാരം രജിസ്റ്റർ ചെയ്തയാൾ അന്നേ ദിവസം രജിസ്റ്റർ ഓഫീസിൽ വെച്ച് ഫാദർ ജോഷി പുതുവ ആധാരപ്രകാരമുള്ള 3 കോടിയിൽ പരം രൂപ അല്ലെങ്കിൽ 4 കോടിയോളം രൂപ കൈപ്പറ്റിയിട്ടുണ്ട് എന്ന് മൊഴി നൽകിയതായി സാക്ഷ്യപ്പെടുത്തി കോടതിയിൽ. മറ്റൊന്ന്, ഫാദർ ജോഷി പുതുവയ്ക്ക് ശേഷം എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പ്രൊക്കുറേറ്ററായി വന്ന ഫാദർ സെബാസ്റ്റ്യൻ മാണിക്കത്താൻ കേസിൻ്റെ തെളിവിലേക്കായിട്ട് ജോഷി പുതുവയുടെ ആധാരം നടന്ന ദിവസങ്ങളിലെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കോപ്പി നൽകുകയുണ്ടായി. ആ കോപ്പിയിൽ ഒപ്പിട്ടത് താനാണെന്നും അത് തയ്യാറാക്കിയത് ജോഷി പുതുവ തയ്യാറാക്കിയതിൻ്റെ ചുവട് പിടിച്ച് താൻ തയ്യാറാക്കിയതാണെന്നും നേരത്തെ കോടതിയിൽ സാക്ഷി നൽകിയിരുന്നു. മറ്റൊന്ന്, 14/10/2025 ഇനി ഈ അടുത്ത കേസ്. അവധി. അന്നേ ദിവസം എറണാകുളം അങ്കമാലി അതിരൂപതയുടെ വികാരിയായ ആർച്ച് ബിഷപ്പ് പാംബ്ലാനി കോടതിയിൽ ഹാജരായി ഈ ഭൂമി കച്ചവടത്തിൻ്റെ കരാറും ആധാരവും പണമിടപാട് സംബന്ധിച്ച അതിരൂപത രേഖകളും ഹാജരാക്കേണ്ടതാണ്. 4-5 അവധികൾ കഴിഞ്ഞു. ഇനിയും ഹാജരായില്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ വാറണ്ട് ഇഷ്യൂ ചെയ്യുവാൻ
ഇടയുണ്ട്. അങ്ങനെ കേസ് അതിൻ്റെ പരിസമാപ്തിയിലേക്ക് കടക്കുകയാണ്. വലിയ അട്ടിമറികൾ നടന്നില്ലെങ്കിൽ സീറോ മലബാർ സഭയിലെ ഇല്ലിസിറ്റ് നേതൃത്വം ശിക്ഷിക്കപ്പെടും. അന്ന് വീണ്ടും സീറോ മലബാർ സഭയിൽ നമുക്കൊരു ആത്മായ സിനഡ് കൂടേണ്ടി വരും. അങ്ങനൊരു സുദിനത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം, പ്രത്യാശയോടെ കാത്തിരിക്കാം. നന്ദി.